warahmatullahi wabarakatuh. Waalaikumsalam warahmatullahi wabarakatuh. എന്താണ് വിശേഷം? സുഖാണ് എല്ലാവർക്കും? സുഖാണ്. ഇന്നത്തെ ക്ലാസ്സിന് റെഡി അല്ലേ? അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പൊ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? എന്താണ് ദുആ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നെ? റബ്ബി അതിന്റെ കൂടെ തന്നെ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആയിരിക്കും. അപ്പൊ അത് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ക്ലാസ്. ഓക്കെ, അപ്പൊ മാം ഓഡിയോ ഷെയർ ആക്കണം, എല്ലാവരും കേട്ടോളൂ കേട്ടോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. അപ്പൊ നമ്മള് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു രണ്ട് പെരുന്നാളുണ്ടല്ലോ നമുക്ക്. ഈദുൽ അദ്ഹ ഉണ്ട്, ഈദുൽ ഫിത്ർ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഏത് കലണ്ടർ നോക്കിയിട്ടാണ്, ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഹിജ്രി കലണ്ടർ അല്ലെ? പിന്നെ എന്തൊക്കെ സ്പെഷ്യാലിറ്റി നമ്മള് പഠിക്കാൻ പോകുന്ന, നമ്മളിപ്പോ പോകാൻ പോകുന്ന മന്തിനുള്ളത്? ദുൽഹിജ്ജ മാസത്തിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ള ആ മാസം? ഓർമ്മയുണ്ടോ? ഹജ്ജ്. പിന്നെ സെക്കൻഡ് വൺ മൂസ അലൈഹി ഇസ്ലാം താക്കീത് അള്ളാഹിനോട്. അത് ഏത് മന്തിലാണ്? ഈ 10 days നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 സേക്രഡ് മന്ത്സ് ഉണ്ട് അല്ലെ? അതായത് 4 ആ പുണ്യ മാസത്തിൽ ഒരു മാസമാണ് ദുൽഹിജ്ജ. അപ്പൊ ഇതൊക്കെ ഈ ഒരു മന്തിന്റെ സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡേ ഉണ്ട്. ഏതായിരുന്നു ബെസ്റ്റ് ഡേ? among the 10 days again അൽഹംദുലില്ലാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യാലിറ്റി പറഞ്ഞത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, എന്താണ് അള്ളാഹു ചില മന്ത് സ്പെഷ്യലാക്കി, ചില മന്ത് സ്പെഷ്യലാക്കിയില്ല, ചില ഡേറ്റ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തുകൊണ്ടായിരുന്നു? അറിയോ? ചില മന്ത്സ് അള്ളാഹു സ്പെഷ്യലാക്കി, ചില മന്ത്സ് അള്ളാഹു സ്പെഷ്യലാക്കിയില്ല. വൈ? അള്ളാഹ്ക്ക് നമ്മൾ എന്താക്കണം? കൂടുതൽ എക്സ്ട്രാ ഗുഡ് ഡീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പറഞ്ഞില്ലേ മാം എന്നല്ലേ? നമ്മള് എന്നും സെയിം ആണെങ്കിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലെ? നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വല്ല ഓഫർ വരുമ്പോൾ നമ്മൾ പോകൂലേ? അതേപോലെ നമുക്ക് അള്ളാഹു എന്താക്കി തന്നിട്ടുണ്ട്? എക്സ്ട്രാ കുറച്ച് നല്ല പോലെ കുറെ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു ഈ ഡേയിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കുറെ റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ ഈ ഡേയിൽ നോമ്പെടുത്താൽ ഇത്ര റിവാർഡ് കിട്ടും എന്ന് അള്ളാഹു പറഞ്ഞു അല്ലേ? അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടായി, സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡേയ്സിലാണ്. ഈ ഡേയ്സിൽ നമ്മൾ എന്ത് ഗുഡ് ചെയ്താലും അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന ഗുഡ് ഡീഡ്സ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു കുറച്ച് എന്താ പറയാ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെ? അതായത് ഇൻഷാ അല്ലാഹ് ഈ ബെസ്റ്റ് ഡേയ്സ് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആക്കും നമ്മളെല്ലാവരും എന്താക്കി നിയത്ത് വെച്ചു അല്ലെ? മനസ്സിലായി? അപ്പൊ നിയത്ത് വെച്ചാൽ മാത്രം പോരാ, നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്, ഗോൾ സെറ്റ് ചെയ്യാണ്ട്. ഓക്കെ,
അപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഗോൾസ് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ഗോൾ ഫോർ ഡെയിലി നീഡ്സ്. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, എന്തൊക്കെയാണ് നമ്മൾക്ക് ഗോൾസ് ആക്കി വെക്കേണ്ടതെന്ന്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾക്ക് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ ജഡ്ജ്മെന്റ് ഡേയിൽ ഏറ്റവും ഫസ്റ്റ് എന്താ ചോദിക്കുക, എന്തിനെ കുറിച്ചാ ചോദിക്കുക അറിയോ? ആ, നമ്മളുടെ കുറിച്ചിട്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മളുടെ നിസ്കാരത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാല് ഐ വാണ്ട് ടു മേക്ക് മൈ സെല ദ ബെസ്റ്റ്. ഓക്കെ, അപ്പൊ സെല ഓഫ് ദ ഡേ അല്ലെങ്കിൽ നിസ്കാരം, ഒരു ദിവസം ഞാൻ എങ്ങനെ നിസ്കരിക്കും, അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഗോൾ വെക്കേണ്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ പിന്നുള്ളത് ഖുർആൻ അല്ലേ. ഖുർആൻ നമ്മളുടെ കൂടെ ഉണ്ടാകും നാളെ ജഡ്ജ്മെന്റിന്റെ അന്ന്. വേറെ ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ ഓതിയിട്ടുള്ള ഖുർആനും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഗുഡ് ഡീഡ്സും മാത്രമേ നമ്മളുടെ കൂടെ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ സെക്കൻഡ് കാര്യം എന്താണ്, ഖുർആൻ ഓഫ് ദി ഡേ. ഐ വാണ്ട് ടു ബി മൈ ബെസ്റ്റ് വിത്ത് ഖുർആൻ. അപ്പൊ അതാണ് സെക്കൻഡ് വൺ. ഫസ്റ്റ് സല, സെക്കൻഡ് വൺ എന്താണ്, ഖുർആൻ ഓഫ് ദ ഡേ. ഓഫ് ദ ഡേ. കുറച്ചും കൂടെ മാം കാണിച്ചിട്ടുണ്ട് കേട്ടോ, അപ്പൊ നമുക്ക് മനസ്സിലാവും. തേർഡ് വണ്, അത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഖുർആനൊക്കെ റിസൈറ്റ് ചെയ്യുന്ന നല്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം മോർണിംഗിലും ഈവനിങ്ങിലും കുറച്ച് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിക്റുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മാം അതൊക്കെ ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് ഷെയർ ആക്കി തരുന്നുണ്ട്. അപ്പൊ അതില്ലേ, അത് നമ്മൾ റിസൈറ്റ് ആക്കലുണ്ടോ ഇല്ലെങ്കിൽ ഫുള്ള് റിസൈറ്റ് ആക്കിയിട്ടില്ലെങ്കിലും അതിൽ കുറച്ചൊക്കെ നമ്മൾ റിസൈറ്റ് ആക്കണം. കാരണം അള്ളാഹു നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ദുആകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ മോർണിംഗിലും ഈവനിങ്ങിലും. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ 10 ഡേയ്സിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം, നമ്മൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഓർ ഈവനിങ് അദ്കാർ മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്, അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ വെറുതെ സമയം കളയില്ല ഫോണിൽ നോക്കിയിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട്. അങ്ങനെ നോക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ നല്ല നല്ല അറിവുകൾ നേടണം അല്ലെ. അതായത് നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നോളജ്, അതായത് ഇസ്ലാമിക് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഖുർആനിൽ എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും. അങ്ങനെ എന്തെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ ഈ ഡേയില് നമ്മൾ പഠിക്കാൻ ട്രൈ ചെയ്യണം. ഈ ഡേയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യല്ല കേട്ടോ, വി ഹാവ് ടു കണ്ടിന്യൂ. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണേ. എന്നാലും മാം ജസ്റ്റ് റിമൈൻഡ് ആക്കാണ്, ഈ 10 ഡേയ്സിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡേ ആണ്. അപ്പൊ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കണ്ട അല്ലേ. അപ്പോൾ അതാണ് ഫിഫ്ത്ത് വൺ. ഇനി ഒരു എന്താണ് ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യണം അല്ലെ. നമുക്ക് എപ്പോഴും വേണ്ട ദുആ ആണ്. ദുആ ഇല്ലാണ്ട് നമുക്കൊന്നുമില്ല. നമ്മളുടെ എന്താ പറയാ ആയുധം എന്ന് പറയില്ല നമ്മൾ, അതായത് നമ്മളുടെ വെപ്പൺ എന്താണ്, ദുആ ആണ്. നമ്മൾ ദുആ ചെയ്ത് നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അല്ലാണ്ട് വീണ്ടും വീണ്ടും പല രീതിയിൽ ദുആ ചെയ്തിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലാഹ് എനിക്ക് തരണേ, നമുക്ക് കുറേ പ്രാവശ്യം അല്ലാണ്ട് പറയുന്നേ. അപ്പൊ അല്ലാഹു എന്താക്കും, നമുക്ക് നല്ലതാണെങ്കിൽ എന്തായാലും തരും അല്ലെ. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താണ് ഗോൾസ് അല്ലെ. ഗോൾസ് ഒക്കെ സെറ്റാണ്. ലാസ്റ്റ് ഗോൾ എന്താണ്, കുഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്യാം, ആക്ട് ഓഫ് കൈൻഡ്നെസ്. ഓക്കെ, അപ്പൊ 6 ഗോൾസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഗോൾസ് ഒക്കെ നമ്മൾ എന്താക്കണം, ഇനി അത് കുറച്ചും കൂടെ ഒന്ന് റെഡി ആക്കാണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്തായിരുന്നു, പോട്ടെ. ഫസ്റ്റ് ഗോള് മൈ സല അല്ലെ, വെരി ഗുഡ്, എന്റെ നിസ്കാരം. സെക്കൻഡ് വൺ, ഐ വാണ്ട് ടു ബി ബെസ്റ്റ് വിത്ത് മൈ ഖുർആൻ, മാഷാ അല്ലാ. തേർഡ് വൺ എന്തായിരുന്നു, മോർണിംഗ് ആൻഡ് ഈവനിങ് അദ്കാർ. മാഷാ അല്ലാ. ആൻഡ് ഫോർത്ത് വൺ കഴിഞ്ഞാല് സീക്ക് ബെനിഫിഷ്യൽ നോളജ്. മാഷാ അല്ലാ, സീക്ക് ബെനിഫിഷ്യൽ നോളജ്. നല്ല നല്ല നോളജ് അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുക, അള്ളാഹു ഇൻഷാ അല്ലാ നമുക്ക് തരും. പിന്നെ ഫിഫ്ത്ത് വൺ എന്തായിരുന്നു, വെരി ഗുഡ്, ഐ വാണ്ട് ടു ബി ബെസ്റ്റ് ഇൻ മൈ ദുആ. നമ്മൾ ദുആ ചെയ്യുമ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ദുആ ചെയ്യുക. ആൻഡ് ഫൈനലി സിക്സ്ത് വൺ നമ്മൾ എന്താക്കണം, കുഞ്ഞു നല്ല കാര്യങ്ങൾ, ആക്ട് ഓഫ് കൈൻഡ്നെസ്. മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ, അപ്പൊ അൽഹംദുലില്ലാ, അപ്പൊ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ, നമുക്ക് റിവാർഡ് കിട്ടുമോ?
ഇല്ല അല്ലെ, ഗോൾ ചെയ്തിരുന്ന റിവാർഡ് കിട്ടൂല. അപ്പൊ നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ഫസ്റ്റിന് കഴിഞ്ഞിട്ട് ദുആ ചെയ്യണം, അള്ളാഹു എനിക്ക് ഇതൊക്കെ ചെയ്യണം, അല്ലാ നീ എന്നെ ഹെൽപ്പ് ചെയ്യണേ, വേറെ ആർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല, എനിക്ക് എന്റെ ബുക്കിൽ ഫുൾ ഫുൾ ഗുഡ് ഡീഡ്സ് ഫില്ലാക്കണേ അല്ലാ എന്ന് നമ്മൾ അള്ളാഹോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കല, ആർക്കും അറിയില്ല നിങ്ങൾ ഈ പ്രാർത്ഥിക്കണം, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇറ്റ്സ് എ സീക്രട്ട് ബിറ്റ്വീൻ യു ആൻഡ് അള്ളാഹ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹ്ക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും സിൻസിയർ ആയിട്ട് അള്ളാഹ് പ്രാർത്ഥിക്കുക, അള്ളാഹു എനിക്ക് നിസ്കാരം അതുപോലെ തന്നെ ഖുർആന് മോർണിംഗ് ആൻഡ് ഈവനിങ് അദ്കാർ ഇതൊക്കെ എനിക്ക് ബെസ്റ്റ് 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 ആക്കണേ യാ അള്ളാഹ്, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താക്കുക, ഇനി എങ്ങനെയൊക്കെ നിസ്കരിക്കണം, എങ്ങനെയൊക്കെ ഖുർആൻ ഓതണം, എപ്പോഴൊക്കെ ഓതണം, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാം ഇൻഷാല്ല എന്ന് പറയുന്നു അല്ലെ. അപ്പോൾ അത് നമ്മൾ ഇൻഷാല്ല ഇന്ന് പ്ലാൻ ആക്കണം. ഓക്കെ, വാട്ട് ഷുഡ് ഐ ഡു, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു, നമ്മൾ ഫസ്റ്റ് ഗോൾ എന്തായിരുന്നു, എന്തായിരുന്നു? Salah. സല. അപ്പൊ നമ്മൾ ഇൻഷാല്ല ഐ വാണ്ട് മൈ സല ടു ബി ദ ബെസ്റ്റ്, എനിക്ക് എന്റെ നിസ്കാരം ഏറ്റവും ബെസ്റ്റ് ആക്കണം നമ്മൾ നിയത്ത് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞാല് ഏറ്റവും ഇമ്പോർട്ടന്റ് നിസ്കാരം ഏതാ, ആർക്കെങ്കിലും അറിയോ? ഫസ്റ്റ് ഇമ്പോർട്ടന്റ് നിസ്കാരം ഏതാ? Fajr. ഫജർ മാത്രാണോ? ഫജർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ളുഹർ അസ്റൊക്കെ ഇമ്പോർട്ടന്റ് The അല്ലേ? 5 daily prayers. 5 ഡെയിലി പ്രേയേഴ്സ്, അതാണ് കറക്റ്റ് അല്ലെ. ഫജ്ർ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, നമ്മൾ നിസ്കരിക്കുന്ന 5 വക്തുള്ള ഫർള് നമസ്കാരം, അതായത് ഒബ്ലിഗേറ്ററി പ്രേയേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് നിസ്കരിക്കാണ്ട് നമ്മൾ എന്താണ് വേറെ എന്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല അല്ലെ. കാരണം ഫർള് ചെയ്യാണ്ട് നമ്മൾ സുന്നത്ത് ചെയ്താല് അള്ളാഹുവിനക്ക് അള്ളാഹിന്റെ റിവാർഡ് കിട്ടൂല. അപ്പൊ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഞാൻ 5 days ഇൻഷാ അള്ളാഹ് ഞാൻ എന്തായാലും നിസ്കരിക്കും, ഇതായിരിക്കണം നമ്മളെല്ലാവരും നിയത്ത്. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, നിങ്ങളൊക്കെ നിസ്കരിക്കുന്ന കുട്ടികളാണ്, എന്നാലും മാം ജസ്റ്റ് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താണ് കേട്ടോ. അപ്പൊ നമ്മള് 5 days പ്രേയേഴ്സ് എല്ലാവർക്കും അറിയില്ലേ അല്ലേ? ആർക്കും അറിയാത്തവരില്ല അല്ലെ. ഫജ്ർ, ദുഹർ, അസർ, മഗ്രിബ് ആൻഡ് ഐഷ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും 5 ഡെയിലി പ്രേയേഴ്സ് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അള്ളാഹു അറിയാം, നമ്മൾ ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ നമ്മളിടുന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ മായ്ച്ചു കളയും. അതായത് ഫജ്ർ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഉണ്ടാക്കി ളുഹർ വരെ എത്തി, നിങ്ങൾ ളുഹർ നിസ്കരിച്ചു, അപ്പൊ അള്ളാഹു എന്താക്കും, നിങ്ങളുടെ ആ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ അള്ളാഹു ഇറേസ് ചെയ്ത് കളയും. ഓക്കെ, അതേപോലെ തന്നെ ളുഹർ കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെയും അടുത്ത മിസ്റ്റേക്ക് ഉണ്ടായിപ്പോയി, എഗെയിൻ നിങ്ങൾ അസർ നിസ്കരിച്ചു, അപ്പൊ അള്ളാഹു എന്താക്കും, എഗെയിൻ നമ്മളുടെ സിൻസ് ഒക്കെ റിമൂവ് ആക്കും. അങ്ങനെ നമ്മളുടെ ബുക്ക് ഓഫ് ഡീഡ്സ് എന്താക്കും, എപ്പോഴും ഫുൾ ക്ലീൻ ആക്കി അള്ളാഹു വെക്കും. ഓക്കെ, അപ്പൊ മക്കൾ നിസ്കരിക്കുമ്പോൾ മനസ്സിൽ ഇതൊക്കെ നിയത്ത് വേണം കേട്ടോ. ഓക്കെ, ഞാൻ നിസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ അടുത്ത് റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ സിൻസ് ഒക്കെ ഫോർഗീവ് ആക്കി തരും, അങ്ങനെ അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കീപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ഈ ക്ലാസ്സിൽ ആരെങ്കിലും നിസ്കരിക്കാൻ മടിയുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ 10 ഡേയ്സോട് കൂടി എല്ലാവരും 5 times ഉള്ള പ്രയർ കമ്പൽസറിലി നിസ്കരിച്ച് തുടങ്ങണം. ഓക്കെ, ഓക്കെ അല്ലേ, റെഡി ആണോ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അത് കഴിഞ്ഞാൽ ഫർള് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താണ് ഇമ്പോർട്ടന്റ് വരാ നിസ്കാരത്തില്? Sunnah. സുന്ന നിസ്കാരങ്ങൾ. നിസ്കാരങ്ങൾ ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 12. അതായത് നമ്മള് ഫർള് നിസ്കാരത്തിന്റെ കൂടെ നിസ്കരിക്കുന്ന സുന്നത്തുകൾ എത്ര ഉണ്ട്? 12 ഉണ്ട്. ഓക്കെ, ആ 12 നിസ്കരിച്ചാൽ ഭയങ്കര റിവാർഡാട്ടോ. എന്താ റിവാർഡ് അറിയോ? A house will be built for him in paradise. See, subhanallah. നമ്മൾ വീട് വിചാരിക്കുമ്പോൾ വീടല്ലേ, എനിക്ക് ഇവിടെ നാട്ടിലെ വീടുണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട കേട്ടോ. കാരണം എന്താ, സ്വർഗത്തിലെ വീട് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് അൺഇമാജിനബിൾ. നമുക്ക് തിങ്ക് ചെയ്യാൻ കൂടെ പറ്റൂല എന്തായിരിക്കും സ്വർഗത്തിലുള്ള വീടെന്ന്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും എന്താ പറയാ, 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാല് എല്ലാ ദിവസവും അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ എന്തുണ്ടാക്കും, ഒരു വീടുണ്ടാക്കും. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും അറിയോ എത്ര റക്അത്താണ് നമ്മൾ സുബ്ഹിന്റെ സുന്നത്തായിട്ട് നിസ്കരിക്കുക? എത്ര? 2. വെരി ഗുഡ്. ആൻഡ് ദുഹറിന് എത്ര സുന്നത്തുണ്ട്? 6. 6. അതായത് ആദ്യം 2, പിന്നെ 2, പിന്നെ നിസ്കാരം ഫർള് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് 2, ടോട്ടൽ 6. വെരി ഗുഡ്. അപ്പൊ 8 ആയി. ഇനി അസറിനുണ്ടോ? അസർ നിസ്കാരത്തിനുണ്ടോ? ഉണ്ടോ? സുന്നത്ത് നിസ്കരിക്കണോ? ഇല്ല, അസറിന് വേണ്ട. പിന്നെ മഗ്രിബിന് എത്ര ഉണ്ട്? മഗ്രിബിന് എത്ര ഉണ്ട്?
മഗ്‌രിബ് എത്ര സുന്നത്തുണ്ട്? ഒരു സുന്നത്ത് 2 റക്അത്ത് അല്ലേ? ആൻഡ് ഇഷാക്കും 2. അങ്ങനെ ടോട്ടൽ എത്രയായി? 12 റക്അത്തായി. ഓക്കെ. ആരെങ്കിലും ഡെയിലി ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അള്ളാഹു എന്താക്കും? നമുക്ക് സ്വർഗത്തിൽ ഒരു വലിയൊരു ഹൗസ് ഇൻഷാ അല്ലാഹ് അള്ളാഹു ബിൽഡ് ചെയ്ത് വെക്കും. ഓക്കെ. അപ്പൊ അള്ളാഹുവിന് ദുആ ചെയ്യാം. അള്ളാഹു എനിക്ക് ആ ഹൗസ് കിട്ടണേ ദുആ ചെയ്യാം. ഓക്കെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രെയർ ആണ് നമ്മളുടെ ഫജ്റിന്റെ സുന്നത്ത്. ഓക്കെ. ഫജ്ർ നിസ്കരിക്കുന്നതിന് മുമ്പ്, അതായത് സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എവിടെ പോയാലും ഒഴിവാക്കലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നബിന്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ടെന്ന് മാം വിചാരിക്കുകയാണേ. ഓക്കെ. അപ്പോൾ 2 റക്അത്ത് സുന്നത്ത്, സുബഹിന്റെ സുന്നത്ത് എല്ലാവരും എത്ര മടി ഉണ്ടെങ്കിലും നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ. കാരണം എന്താ ഇസ്ലാം പറഞ്ഞത്? The 2 rak'ah of sunnah before fajr are better than the world and all it contains. അലിച്ചക്ക ഈ വേൾഡിലും അല്ലെങ്കിൽ എന്തൊക്കെയാണോ അതിൻ്റെ ഉള്ളിലുള്ളത് അതിനേക്കാളൊക്കെ ബെറ്റർ ആണ്, അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലതാണ് ഈ 2 റക്അത്ത് സുന്നത്ത് എന്ന് പറയുമ്പോൾ. പിന്നെ എന്താ നമുക്ക് വേണ്ടത് അല്ലേ? നമ്മൾ കാണില്ലെങ്കിൽ എന്താണ്, നമുക്ക് അത്രയും റിവാർഡ് അള്ളാഹു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതാണ് നമ്മൾ അള്ളാഹു നമുക്ക് വെറും 2 റക്അത്ത് നിസ്കരിച്ചാൽ ഈ വേൾഡിനെക്കാളും റിവാർഡ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ആരും എന്താണ് രാവിലെ മടിച്ചിട്ട് വേഗം പോയിട്ട് ഒരിടത്ത് കണ്ണ് പൂട്ടി വേഗം ഫജ്ർ നിസ്കരിച്ച് കിടക്കല്ല കേട്ടോ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇന്നത്തൊക്കെ നിസ്കരിച്ച് ഈ റിവാർഡൊക്കെ മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കാൻ ട്രൈ ചെയ്യാം. മടിയുള്ളവരോടൊക്കെ പറയാണ് എല്ലാവർക്കും സ്വർഗത്തേക്ക് പോണ്ടേ? ഇവിടെ ആർക്കും സ്വർഗത്തേക്ക് പോകണ്ട എന്നുള്ളവരില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആരെയും ക്ലാസ്സിൽ ഇരിക്കൂല അല്ലെ? പക്ഷെ സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മള് എന്തായാലും നിസ്കരിക്കണം. ഒക്കെ ഇപ്പൊ നിസ്കരിക്കുമ്പം എല്ലാവരും മനസ്സിൽ വെക്കുക, ഓക്കെ എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത്. അല്ലാണ്ട് അള്ളാഹ്ക്ക് നിസ്കാരം ഒന്നും ആവശ്യമില്ല. അള്ളാഹ്ക്ക് നമ്മൾ നിസ്കരിച്ചാലും ഇല്ലെങ്കിൽ അള്ളാഹ്ക്ക് പ്രശ്നമൊന്നുമില്ല. ആർക്കാ പ്രശ്നം? നമുക്ക് തന്നെ അല്ലേ? ഡോക്ടർ മരുന്ന് എന്നിട്ട് മരുന്ന് കുടിക്കാണ്ടിരുന്ന ഡോക്ടർക്ക് പ്രശ്നം ഉണ്ടോ? ഇല്ല. നമുക്കല്ല പ്രശ്നം, നമുക്ക് അസുഖം മാറൂല. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹു എന്താണോ പറഞ്ഞത് എന്നാലാണ് നമുക്ക് സ്വർഗത്തിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റേ ഭയങ്കര ഹാർഡ് ആയിക്കും. ഓക്കെ. അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ അതാണ് നമ്മൾ ഒബ്ലിഗേറ്ററി നിസ്കാരം പറഞ്ഞു. പിന്നെന്താണ്? നമ്മൾ സുന്നത്ത് നിസ്കാരം പറഞ്ഞു. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ നല്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്താണ്? കുറച്ചും കൂടെ എക്സ്ട്രാ ചെയ്യണം. ഓക്കെ. അപ്പൊ എല്ലാവരും ഈ 10 ഡേയ്സിന്റെ ഉള്ളിൽ എന്താക്കണം? ഈ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് തുടങ്ങുന്നുണ്ട് എന്ന് ഉറപ്പ്. ഓക്കെ. അതിനാണ് മാം നിങ്ങൾക്ക് പറഞ്ഞത്. അതായത് സുന്നത്ത് നിസ്കാരം നമ്മൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ തീരെ ഫർള് നിസ്കരിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫർള് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെന്താണ്? അത് സ്റ്റാർട്ട് ചെയ്ത് ലെവലായി മെല്ലെ സുന്നത്ത് നിസ്കാരം ഏറ്റവും ഫസ്റ്റ് സുബഹിന്റെ സുന്നത്ത് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അത്രയ്ക്കും റിവാർഡിങ് ആണ്. ഓക്കെ. എല്ലാ സുന്നത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? സുബഹിന്റെ സുന്നത്താണ്. ഓക്കെ. ക്ലിയർ ആയ മക്കളെ? റെഡി അല്ലേ? ഓക്കെ. അൽഹംദുലില്ലാ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഒക്കെ എന്താണ് ബോണസ് ആയിട്ട് പിന്നെയും റിവാർഡ് കിട്ടാൻ, അതായത് അള്ളാഹ്ക്ക് നമ്മൾ അള്ളാഹ് പറഞ്ഞത് അറിയാം, അള്ളാഹിന്റെ അടുത്തേക്ക് നമ്മൾ കൂടുതൽ ക്ലോസ് ആവാൻ കുറേ ചെയ്യാം. ആദ്യം നമ്മൾ ഫർള് ചെയ്യും, പിന്നെ അതിന്റെ കൂടെയുള്ള സുന്നത്ത് ചെയ്യും, പിന്നെയും എക്സ്ട്രാ ചെയ്യും. അങ്ങനെ എക്സ്ട്രാ ചെയ്യുന്ന റിവാർഡ് കിട്ടുന്ന നിസ്കാരമാണ് ഇനി നമ്മൾ പറയാൻ. ഓക്കെ. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തഹജ്ജുദ്. കേട്ടിട്ടില്ലേ തഹജ്ജുദ്? എപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കുക? മോർണിംഗ് ആണോ, ഈവനിങ് ആണോ, നൈറ്റ് ആണോ? നൈറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബെസ്റ്റ് പ്രേയർ ആഫ്റ്റർ ദ ഒബ്ലിഗേറ്ററി പ്രേയർ ഈസ് ദ പ്രേയർ അറ്റ് നൈറ്റ്. അതായത് തഹജ്ജുദിലുള്ള പ്രേയർ ആണ് ഏറ്റവും ബെസ്റ്റ് പ്രേയർ. അതായത് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിസ്കാരം ഏതാണ്? തഹജ്ജുദ് നിസ്കാരം. ഇതൊക്കെ മക്കൾക്ക് ചിലപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ മെല്ലെ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ. അപ്പൊ തഹജ്ജുദ് നിസ്കാരം നിങ്ങളുടെ ഉമ്മാരൊക്കെ നിസ്കരിക്കണ്ടാവും, ഉപ്പാരൊക്കെ നിസ്കരിക്കണ്ടാവും. അപ്പോൾ എന്താണ് ഉമ്മാൻ്റെ അടുത്ത് പറയാം, ഉമ്മ നാളെ നീക്കുമ്പോൾ ഇന്നൊന്ന് വിളിക്കണേ എന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര റിവാർഡാണ് കിട്ടുമെന്ന് അറിയാം. കാരണം ആ സമയത്ത് നമ്മൾ അള്ളാഹുവിന്റെ ദുആ ചെയ്താൽ ഷാർപ്പാണ്. ഉറപ്പായിട്ടും അള്ളാഹു എന്താക്കും? നമുക്ക് അത് ആൻസർ ചെയ്യും. ഓക്കെ. അതാണ് ഫസ്റ്റ് വൺ. പിന്നെ അതേപോലെ തന്നെ ദുഹാ നിസ്കാരം. എപ്പോഴാണ് ദുഹാ നിസ്കാരം? അറിയോ? ദുഹാ പ്രേയർ മുതൽ
ആ between Fajr and Dhuhr. വെരി ഗുഡ്. ബിറ്റ്വീൻ ഫജർ ആൻഡ് ദുഹർ അല്ലെ. ഫജർ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ട്, അതായത് സൺറൈസ് കഴിഞ്ഞിട്ട് 10 to 15 minutes കഴിഞ്ഞാൽ നമുക്ക് ദുഹ നിസ്കരിക്കാം. അതേപോലെ തന്നെ എന്താ പറയാ, ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ലൈക്ക് 10 to 15 minutes ബിഫോർ നിസ്കരിച്ച് കഴിയണം. അപ്പൊ ഇതാണ് ദുഹ പ്രെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിനോട് പറയാണ്, അതായത് സഹാബി പറയാണ്, എൻ്റെ ഫ്രണ്ട് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാ മന്തിലും 3 നോമ്പ് എടുക്കുക. 2 എന്ന് പറഞ്ഞാൽ ഈ ദുഹാ നിസ്കാരം എല്ലാ ദിവസവും 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ ഉള്ളൊരു നിസ്കാരമുണ്ട്, വിത്ർ നിസ്കാരം എന്ന് പറഞ്ഞിട്ട്, ആ വിത്ർ നിസ്കാരം നിസ്കരിക്കുക എന്ന് പറഞ്ഞു. അതേപോലെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ ആരെങ്കിലും ഈ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ റിവാർഡാണ് കേട്ടോ പറയണത്. അതായത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്, ശരിക്കും നമ്മളെ എല്ലാ ബോഡി പാർട്സും, നമ്മുടെ ഫുൾ ബോഡി പാർട്സും അള്ളാഹ്ക്ക് ചാറ്റ് ചെയ്യണം. അതായത് നമ്മളെ കൊണ്ട് പറ്റൂല, അങ്ങനെ ചെയ്യുന്ന അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ എവറി മോർണിംഗിന് നമ്മൾക്ക് നമ്മുടെ ഫുൾ ബോഡി ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സുബ്ഹാനല്ലാഹ്, അതുപോലെ തന്നെ അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റൂല അല്ലെ. ഇതിനൊക്കെ പാട് അള്ളാഹു എന്താണ് റിവാർഡ്. ഇപ്പൊ നമ്മൾ ഈ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് ചെയ്ത റിവാർഡാണ്. അതായത് ഫുൾ ടൈം നമ്മുടെ ഫുൾ ബോഡി അള്ളാഹ്ക്ക് ചാരിറ്റി ചെയ്ത പോലെയാണ് എന്ത്, നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ഫുൾ ബോഡിനെ കൊണ്ട് ഫുൾ ടൈം നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇറ്റ്സ് വെരി ഹാർഡ്. അപ്പൊ അള്ളാഹു നമുക്ക് സിമ്പിൾ ആക്കി തരാണ് എന്ത്, പ്രേ ടു റക്അ, ഈ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ. അപ്പൊ അതാണ് ദുഹാ നിസ്കാരത്തിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങളുടെ ഉമ്മാരൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ഉമ്മാരോടും ഉപ്പാരോടൊക്കെ പറയാം, ഈ 2 റക്അത്ത് നിസ്കരിച്ചോ, ഭയങ്കര വലിയ റിവാർഡാണ് എന്ന് പറയാം. ഓക്കെ. അതേപോലെ വേറൊരു റിവാർഡ് എന്താന്ന് വെച്ചാൽ, നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ മുസല്ലയിൽ അങ്ങനെ തന്നെ ഇരുന്ന്, അതേപോലെ തന്നെ നിങ്ങൾ ഉമ്മാരൊക്കെ ചെയ്യണ്ട കേട്ടോ, മുസല്ലയിൽ ഇരുന്നിട്ട് എന്താണ് സൺറൈസ് കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ് ഹജ്ജും ഉംറയും ചെയ്ത റിവാർഡാണ് നമുക്ക് കിട്ടുക. സി, ഡെയിലി പോയിട്ട് ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. പക്ഷെ അള്ളാഹു എഗെയിൻ നമുക്ക് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കി തന്നത് എങ്ങനെയാ? അള്ളാഹു ജസ്റ്റ് 2 റക്അത്ത് നിസ്കരിച്ചാൽ യു വിൽ ഗെറ്റ് ദ റിവാർഡ് ഓഫ് കംപ്ലീറ്റ് ഹജ്ജ് ആൻഡ് ഉംറ. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മൾ അള്ളാഹു 3 times നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, കംപ്ലീറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ്. കാരണം നമ്മുടെ അടുത്ത് മിസ്റ്റേക്ക് ഒക്കെ വരും, പക്ഷെ കംപ്ലീറ്റ് ഹജ്ജ് ആൻഡ് ഉംറ എന്ന് പറഞ്ഞാൽ അതിലൊരു മിസ്റ്റേക്കും ഇല്ലാണ്ട് ഫുൾ പെർഫെക്റ്റ് ഉംറയും ഹജ്ജും ചെയ്ത പോലെ നമുക്ക് കിട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതൊക്കെയാണ് എന്ത്, നമ്മളുടെ ഈ ഒരു നിസ്കാരത്തിന്റെ പ്രത്യേകത. ഓക്കെ. ഇതൊക്കെ എല്ലാതും കൂടെ ഒരുമിച്ച് ചെയ്യാനൊന്നും വയ്ക്കൂല കേട്ടോ, മാം നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഇതൊക്കെയാണ് നമ്മൾ മെല്ലെ മെല്ലെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വെക്കേണ്ട സ്റ്റെപ്പ്. ഓക്കെ. ആദ്യം നമ്മൾ ഫസ്റ്റ് റെഡി ആക്കേണ്ട നമ്മളുടെ ഫർദ് നിസ്കാരമാണ്. അത് റെഡി ആയവർ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. അപ്പൊ അവർക്കാണ് മാം സുന്നത്ത് നിസ്കാരം പറഞ്ഞത്. ആ സുന്നത്ത് നിസ്കാരം റെഡി ആയവർക്കാണ് മാം എന്ത് പറഞ്ഞത്, ഈ എക്സ്ട്രാ നിസ്കാരം പറഞ്ഞത്. ഓക്കെ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ വിത്ര നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അള്ളാഹ്ക്ക് എന്താണ് ഇഷ്ടമുള്ള കാര്യം വിത്ര നിസ്കരിക്കുക എന്നുള്ളത്. കാരണം അള്ളാഹു 1 ആണ്. അള്ളാഹ്ക്ക് നമ്മളുടെ നിസ്കാരമൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പം 1ൽ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പൊ അതാണ് നമ്മളുടെ വിത്ര പ്രെയർ. ഓക്കെ. അൽഹംദുലില്ലാ, ഇത്രയൊക്കെയാണ് നമ്മൾ നിസ്കാരത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ ആയി എല്ലാവർക്കും? ഇനി അതേപോലെ നിങ്ങൾക്ക് സ്വർഗം വേണമെന്ന് എല്ലാവർക്കും വേണ്ടേ? സ്വർഗം വേണ്ടെന്നുള്ളൊരു ആരും ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ സ്വർഗം ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു സിമ്പിൾ 2 റക്അത്ത് നിസ്കാരം ഉണ്ട്. ആർക്കെങ്കിലും അറിയാം എപ്പോഴാന്ന്? സ്വർഗം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ഈ 2 റക്അത്ത് നിസ്കരിച്ചാൽ. അതും സിമ്പിളാണ്. എപ്പോഴറിയോ? നമ്മൾ വുദു എടുക്കുക, നല്ല വൃത്തിക്ക് നമ്മൾ വുദു എടുത്ത ശേഷം ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പം എന്താണ്, പാരഡൈസ് ഗ്യാരണ്ടി, ഒരു ഡൗട്ടും ഇല്ല, നമുക്ക് ഉറപ്പായിട്ടും പാരഡൈസ് കിട്ടും. ഓക്കെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഒക്കെ നമുക്ക് ഈസി ആക്കി തരാണ്. നമുക്ക് കഷ്ടപ്പാട് ആയിട്ട് കിട്ടേണ്ട കാര്യമൊക്കെ അള്ളാഹു എന്താക്കാണ്, പെട്ടെന്ന് ഈസി ആക്കി തരാം. ഓക്കെ. അപ്പൊ അതാണ് നമ്മളുടെ നിസ്കാരത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ. ഇനി ലാസ്റ്റ് ആയിട്ട് അതിനെ കുറിച്ച് പറയാനുള്ളത്, എപ്പോഴും ആലോചിക്കുക, നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആയിട്ടൊരു പ്രൈവറ്റ് മീറ്റിംഗ് ആണ്. നിങ്ങളിപ്പോൾ സ്കൂളിൽ നിങ്ങളെ പ്രിൻസിപ്പൾ എന്താണ് അവരുടെ റൂമിലേക്ക് വിളിച്ചിട്ട് നിങ്ങളത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരികയാണെങ്കിൽ യു വിൽ ബി വെരി ഹാപ്പി.
നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ആരും ഉണ്ടാവില്ല, നിങ്ങളും പ്രിൻസിപ്പളും മാത്രം ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ യു വിൽ ബി വെരി ഹാപ്പി. പ്രിൻസിപ്പൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാവും നമ്മൾ. അപ്പോൾ അതേപോലെയാണ് എന്ത്, നമ്മൾക്ക് അള്ളാഹു ആർക്കും അറിയില്ല നമ്മൾ എന്താ അള്ളാഹ് സംസാരിക്കുന്നതെന്ന്. നമ്മൾ ഫാത്തിഹയും എന്താ അതുപോലെ തന്നെ സൂറത്തും എന്താണ് സുബ്ഹാനല്ലയൊക്കെ സുബ്ഹാൻ റബ്ബിൽ ആലയൊക്കെ പറയുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ അടുത്ത് എന്തും ചോദിക്കാം, അള്ളാഹു റെഡിയാണ് ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പം അള്ളാഹുവിൻ്റെ അടുത്തുള്ളൊരു സീക്രട്ട് മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗ് എപ്പോഴും ആലോചിക്കുക, ഏറ്റവും ബെസ്റ്റ് ആക്കണം. അള്ളാഹുവിനെ ഞാൻ എന്താണ് ഇൻഷാല്ല നാളെ കാണുമ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ട് അള്ളാഹിനെ കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് നിസ്കരിക്കുന്നത്. അപ്പം എനിക്ക് അള്ളാഹിനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിസ്കരിക്കും അല്ലേ. അള്ളാഹിനെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അള്ളാഹിൻ്റെ മുമ്പ് പോയി നിസ്കരിക്കും, അല്ലെങ്കിലോ നിസ്കരിക്കൂല. ഓക്കെ, അപ്പം ഇനി ആരെങ്കിലും അള്ളാഹിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇവിടെ നിസ്കരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ വെറുതെ പറയാണ് അല്ലേ. അപ്പം എന്ത് ചെയ്യണം, ഇന്ന് മുതൽ ഇൻഷാല്ല ഇഫ് യു ലവ് അള്ളാഹ് വാട്ട് ഷുഡ് യു ഡു, യു ഹാവ് ടു ടോക്ക് വിത്ത് അള്ളാഹ് ത്രൂ യുവർ പ്രയർ. നിസ്കരിച്ചിട്ട് അള്ളാഹിൻ്റെ അടുത്ത് സംസാരിക്കാം. അള്ളാഹിൻ്റെ അടുത്തുള്ള ഒരു സ്പെഷ്യൽ സീക്രട്ട് മീറ്റിംഗ് ആണ് നിസ്കാരം. ആർക്കും അറിയില്ല നമ്മൾ എന്താ അള്ളാഹിൻ്റെ അടുത്ത് സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇന്ന് മുതൽ ഇതൊക്കെ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇതിനാണ് ഞാൻ നിസ്കരിക്കുന്നത്, അള്ളാഹിൻ്റെ അടുത്തുള്ള സീക്രട്ട് മീറ്റിംഗ് ആണ്. ആലോചിച്ച് നോക്കുക, എത്ര നോൺ മുസ്ലിംസ് ഉണ്ട്, അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയേ ഇല്ല, അവർക്ക് അള്ളാഹിൻ്റെ അടുത്ത് സംസാരിക്കാനേ പറ്റണില്ല അല്ലേ. നമുക്ക് മാത്രമാണ് അള്ളാഹിൻ്റെ സംസാരിക്കാൻ അള്ളാഹ് തന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മീറ്റിംഗ് ടൈം ആരും എനിക്ക് ഗെയിം കളിക്കാണ്ട്, എനിക്ക് ഫുട്ബോൾ കളിക്കാണ്ട്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഒഴിവാക്കരുത് കേട്ടോ. എക്സാം ആണ് അല്ലെങ്കിൽ എനിക്ക് വെയ്യ അങ്ങനെ ഒന്നും പറയരുത്. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യണം ഇൻഷാല്ല. അത് നമ്മൾ ഇൻഷാല്ല ഈ ബെസ്റ്റ് 10 ഡേയ്സിനെ ചൂസ് ചെയ്യണം. ഈ ബെസ്റ്റ് 10 ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഇൻഷാല്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ നിസ്കാരം റെഡി ആയോ? അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഗോൾ സെറ്റ് ചെയ്ത് പ്ലാൻ ആക്കുക. ഗോൾ സെറ്റാണ്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നിസ്കരിക്കേണ്ടത് ഇതൊന്നല്ല, അതും കൂടെ നിങ്ങൾ നിസ്കരിക്കണം മാം ഒരിക്കലും പറയില്ല കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന പോലെ, മാം നേരത്തെ പറഞ്ഞു എന്താണ് ഫർള് നിസ്കരിക്കാതെ ഒരു ഫർളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ ഇൻഷാല്ല ഈ 10 ഡേയ്സ് ആകുമ്പോഴത്തേന് ഞാൻ ഫർള് നിസ്കാരം നിസ്കരിക്കും, ഫുള്ള് നിസ്കരിച്ചു തുടങ്ങും. ഇനി അത് കഴിഞ്ഞവർക്ക് സുന്നത്ത്, പിന്നെ അങ്ങനെ അപ്പം അങ്ങനെ പോവാം. പക്ഷെ എപ്പോഴും ഓർക്കുക, ഇറ്റ് ഈസ് എ സീക്രട്ട് കൺവേഴ്സേഷൻ ബിറ്റ്വീൻ മീ ആൻഡ് അള്ളാഹ്. ഞാനും അള്ളാഹു ആയിട്ടുള്ള സീക്രട്ട് കൺവേഴ്സേഷനാണ് എൻ്റെ നിസ്കാരം എന്നെല്ലാവരും ഓർക്കുക. ഓക്കെ അല്ലേ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? സൗണ്ട് ഒന്നും കേൾക്കണില്ലല്ലോ ആരെയും, എല്ലാവരും എവിടെ പോയി? No doubt, ma'am. അൽഹംദുലില്ലാ. അപ്പൊ ഇനി നമ്മൾ സെക്കൻഡ് ഗോളിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? സോറി, നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? Quran. ഖുർആൻ. അപ്പൊ ഖുർആൻ ആയിട്ട് ഐ വാണ്ട് മൈ ഖുർആൻ റിലേഷൻ ടു ബി ദ ബെസ്റ്റ്. അള്ളാഹു ആയിട്ടുള്ള ഖുർആൻ റിലേഷൻ, അതായത് അള്ളാഹുവിന്റെ വേർഡ്സ് ആണ് അല്ലെ. അള്ളാഹ് നമ്മളടുത്ത് ടോക്ക് ചെയ്യണമെന്ന് ആക്ച്വലി ഖുർആൻ എന്ന് പറഞ്ഞാലും. അപ്പൊ ഇൻഷാ അള്ളാഹ് എനിക്ക് അള്ളാഹുമായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ടോക്ക് ചെയ്യണം. നിസ്കാരം അള്ളാഹുമായിട്ട് ടോക്ക് ചെയ്യാണ്, ബട്ട് ഖുർആൻ അള്ളാഹു നമ്മളോട് ടോക്ക് ചെയ്യണം. അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവളെ പറഞ്ഞൊക്കെ ഇരുന്ന് കേൾക്കും അല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്താക്കും, ഫ്രണ്ട്സ് പറഞ്ഞ സ്റ്റോറീസും അവർ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊക്കെ ഭയങ്കര ശ്രദ്ധിച്ച് കേൾക്കും അല്ലേ. അതേപോലെ അള്ളാഹു നമ്മുടെ അടുത്ത് കുറേ ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ഒക്കെ ഖുർആനിലൂടെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളതൊന്നും കേൾക്കാണ്ടിരുന്നാൽ എന്താകും, നമ്മൾക്ക് അള്ളാഹിനെ ഇഷ്ടമല്ല എന്നർത്ഥം. അള്ളാഹിനെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അള്ളാഹിൻ്റെ മെസ്സേജ് ഇരുന്ന് വായിക്കും അല്ലേ. അപ്പം ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ ഒരു ബെസ്റ്റ് 10 ഡേയ്സിൽ എന്താക്കും, ഖുർആന് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടാക്കും, നമ്മളെ ബെസ്റ്റ് കമ്പാനിയൻ ആക്കും. അതുപോലെ തന്നെ നമ്മൾ എന്താവശ്യമെങ്കിലും നമ്മൾ ഖുർആനിൽ പോയി നോക്കും. ഖുർആനിൽ പോയി നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ആളുകൾക്ക് ചോദിക്കാം കേട്ടോ, എന്താണ് ഖുർആനിൽ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. എന്നിട്ട് മെല്ലെ ഖുർആനായിട്ട് നല്ലൊരു സ്ട്രോങ് റിലേഷൻ ഉണ്ടാക്കിയെടുക്കും. മാം ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അപ്പോൾ ഖുർആൻ്റെ ചില സ്പെഷ്യാലിറ്റീസ് പറയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ യൂണീക്ക് ബുക്കാണ്. അതായത് ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് ആക്ച്വലി അള്ളാഹുവിൻ്റെ വേർഡ്സ് ആണ് അല്ലേ. അള്ളാഹു സംസാരിച്ചിട്ടുള്ള വേർഡ്സ് നമ്മളെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കമ്പാനിയൻസ് എന്താക്കി എഴുതി വെച്ചു. അങ്ങനെ നമുക്ക് അൽഹംദുലില്ലാഹ് കിട്ടിയത്. ആക്ച്വലി അള്ളാഹു ടോക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചു. നമുക്കറിയാം വാട്സപ്പിലൊക്കെ നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യൂലേ, ടൈപ്പ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ ടോക്ക് ചെയ്യുന്ന കാര്യമല്ലേ. അതേപോലെ തന്നെ അള്ളാഹു ടോക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ഖുർആനിൽ വായിക്കണം.
പിന്നെ ഇറ്റ്സ് എ പെർഫെക്റ്റ് ബുക്ക്. അതിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. ലാ റൈബ ഫീഹ്. ഖുർആനിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണ്. അതാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള എന്താണ് ഗൈഡൻസ് ആണ്. ഹുദൻ ലിൽ മുത്തഖീൻ. ഓക്കെ. നമുക്കൊക്കെ ഉള്ള ഗൈഡൻസ് ആണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഖുർആനിൽ പോയാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ക്ലിയർ ആക്കി തരും. ഓക്കെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അള്ളാഹു നമ്മളുടെ പേരൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അറിയോ എങ്ങനെയെന്ന്? അള്ളാഹു നമ്മളോട് പറഞ്ഞില്ലേ, കുൽ നീ പറയേ, കുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ ഒക്കെ അള്ളാഹു നമ്മളോട് യു 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 എന്നാ പറഞ്ഞത്. അപ്പം നമ്മളടുത്ത് ഓരോരുത്തരടുത്തും സ്പെഷ്യലി അള്ളാഹു മെസ്സേജ് അയക്കുകയാണ്, ഇങ്ങനെ ചെയ്യണം, യു ഹാവ് ടു ബി ലൈക്ക് ദിസ്, നിങ്ങൾ നല്ല കുട്ടികളാണോ അങ്ങനെയാണെന്നൊക്കെ അള്ളാഹു എന്താണ് ഖുർആനിൽ നമ്മളെ മെൻഷൻ ചെയ്തിട്ടാ പറയണേ. അപ്പൊ നമ്മളോടുള്ള സ്പെഷ്യൽ മെസ്സേജ് ആണ് ദ ഹോൾ ഖുർആൻ. ഓക്കെ. അപ്പൊ ഖുർആനായിട്ട് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. കാരണം ഫ്രണ്ട് ആയാൽ മാത്രമേ നമുക്ക് നാളെ ഖുർആൻ നമ്മളുടെ കൂടെ ഉണ്ടാവുള്ളൂ. നാളെ അള്ളാന്റെ അടുത്ത് പറയും, സി അള്ളാ ഇവള് ഖുർആൻ എപ്പോഴും ഓതലുണ്ട്, അല്ലെങ്കിൽ ഇവൻ എന്നും ഖുർആൻ ഓതലുണ്ട്, അവന് സ്വർഗത്തിലാക്കണേ അല്ലെങ്കിൽ അവളെ സ്വർഗത്തിലാക്കണേ എന്ന് ഖുർആൻ പറയും. നമ്മുടെ ഉമ്മാക്കോ ഉപ്പാക്കോ ഒന്നും ചിലപ്പം പറയാൻ പറ്റൂല അല്ലേ? പക്ഷെ ഖുർആന് പറയാൻ പറ്റും. അതുകൊണ്ട് വി ഹാവ് ടു മേക്ക് ഖുർആൻ അവർ ബെസ്റ്റ് ഫ്രണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഖുർആനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് പറയാം. ഏറ്റവും ഫസ്റ്റ് നമ്മൾ എങ്ങനെ ഖുർആനായിട്ട് സ്പെൻഡ് ചെയ്യുക? നിങ്ങളൊക്കെ എങ്ങനെ ഖുർആനായിട്ട് ഫസ്റ്റ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഏറ്റവും ഫസ്റ്റ് ബൈ റിസൈറ്റിംഗ് ഇറ്റ്, ബൈ റെസിറ്റേഷൻ അല്ലേ? ഖുർആൻ റിസൈറ്റ് ചെയ്തിട്ടാണ് ഏറ്റവും ഫസ്റ്റ് അല്ലേ? റീഡിങ്. നമ്മൾ റീഡ് ചെയ്തിട്ടാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ റീഡ് ചെയ്താൽ മാത്രം പോരാ, വേറെയും കുറെ കാര്യങ്ങളുണ്ട്. എന്നാലും റെസിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഒന്ന് പറയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നായിരിക്കും. ഓക്കെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ന് തീരെ ക്യൂസ് മാം ചോദിച്ചിട്ടില്ല അല്ലേ? ഇപ്പൊ നമ്മൾ പറയാം, നമുക്കറിയാം 10 days ആണ് എന്ത് ദുൽഹിജ്ജ മാസത്തിൽ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് നമ്മൾ പറഞ്ഞു. ഈ 10 days നമുക്ക് ഫുൾ ഖുർആൻ റിസൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ എത്ര ജുസ് കംപ്ലീറ്റ് ആക്കണം അറിയോ? മാത്സ് അറിയുന്ന കുട്ടികൾ മാഷാ അല്ലാഹ്, വെരി ഗുഡ്. ഒരു ദിവസം നമ്മൾ 3 ജ്യൂസ് റിസൈറ്റ് ആക്കണം. ബാറക്കല്ലാഹു ഫീക്കും. നല്ല കുട്ടികൾ. ഒരു ദിവസം നമ്മൾ എന്താക്കണം? 3 ജ്യൂസ് എന്താണ് റിസൈറ്റ് ആക്കിയാൽ ഇൻഷാ അല്ലാഹ് ഫുൾ ഖുർആൻ നമുക്ക് 10 days കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. പിന്നെ ഇനി നമ്മൾ പറഞ്ഞു റെസിറ്റേഷനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? ഐ വാണ്ട് ടു ബി ദ ബെസ്റ്റ് വിത്ത് മൈ ഖുർആൻ ത്രൂ റെസിറ്റേഷൻ. ഖുർആൻ റിസൈറ്റ് ആക്കിയിട്ട് എനിക്ക് ഖുർആന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു തആല അലിഫ് ലാം മീം എന്നുള്ള വേർഡ് വെച്ചിട്ടുണ്ട് അല്ലേ? ആക്ച്വലി 3 letters ആണ്. അപ്പൊ ഓരോ ലെറ്ററിനും അലിഫ് നമ്മൾ പറഞ്ഞാൽ എത്ര റിവാർഡ് കിട്ടും അറിയോ? എത്ര റിവാർഡ് കിട്ടും? 10 ലാം, അതായത് ലാം എന്ന് പറയുമ്പോൾ അഗൈൻ 10 കിട്ടും. അപ്പൊ 30 rewards. വെരി ഗുഡ്. അലിഫ് ലാം മീം 30 rewards. നമുക്ക് 30 റിവാർഡ്സ് കിട്ടും. മനസ്സിലായോ? ആലോചിച്ചോക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ഫുള്ള് റിസൈറ്റ് ആക്കി എത്ര കിട്ടും? സുബ്ഹാനല്ലാഹ്. അഗൈൻ ഈ ബെസ്റ്റ് 10 days നമ്മളത് റിസൈറ്റ് ആക്കി നമുക്ക് എത്ര കിട്ടും അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രയ്ക്കും വലിയ റിവാർഡാണ് നമ്മൾ ഖുർആൻ ഓതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. മനസ്സിലായോ? ആരും സമയം വെറുതെ വേസ്റ്റ് ആക്കരുത്. വെറുതെ TV, യൂട്യൂബ്, എന്തൊക്കെയാണ് ഫോൺ, എന്തൊക്കെയാണ് അതൊന്നും നോക്കിയിട്ട് വെറുതെ സമയം കളയരുത്. മാക്സിമം ഖുർആനായിട്ട് സ്പെൻഡ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കാമിങ് ആണ്. ഖുർആന്റെ ഓത്ത് കേട്ടാൽ നമുക്ക് മനസ്സിന് ഭയങ്കര സമാധാനമാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മൾ കേൾക്കൂല എന്നുള്ളൂ, കേട്ടാൽ നമുക്ക് ഭയങ്കര കാമിങ് ആണ് അല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ 10 days കൂടി ഇതൊക്കെ റെഡിയാക്കണേ. പിന്നെ മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖുർആന് നമ്മളുടെ കൂടെ വരും നാളെ. അള്ളാഹിന്റെ അടുത്ത് എന്താണ് പറയാൻ, അള്ളാഹുവേ ഇവള് ഖുർആൻ ഓതിയിട്ടുണ്ട്, അള്ളാഹുവേ ഇവന് ഖുർആൻ ഓതിയിട്ടുണ്ട്, സ്വർഗത്തിലാക്കണേന്ന് പറയാൻ വേണ്ടി അള്ളാഹു വരും അല്ലേ? സോറി, ഖുർആന് വരും അള്ളാഹിന്റെ അടുത്ത് പോയിട്ട്. അപ്പൊ നമ്മളെല്ലാവരും ഖുർആന്റെ എന്താണ് ഫ്രണ്ട് ആകാൻ വേണ്ടി ട്രൈ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഖുർആന് നാളെ നമ്മളുടെ കൂടെ വന്നിട്ട് അള്ളാഹോട് പറയുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതൊക്കെ ആരും അതൊക്കെ വെറുതെ പറയാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇറ്റ്സ് ഫോർ ഷുവർ, പെർസെന്റേജ് ഉറപ്പാണെന്ത്, നമ്മൾ ഖുർആന്റെ ഫ്രണ്ട് ആയാല് ഖുർആന് നാളെ അള്ളാഹുനോട് നമ്മളെ കുറിച്ച് പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊക്കെയാണ് ഖുർആൻ റെസിറ്റേഷന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ എന്തായാലും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട്
ഓതിയാലും ഇതിൽ ഭയങ്കര എക്സ്പേർട്ടായ ഓതിയാലും ഒക്കെ അള്ളാഹുന്റെ അടുത്ത് നിന്ന് സ്പെഷ്യൽ റിവാർഡ് കിട്ടും. അതുകൊണ്ട് ആരും എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഞാൻ ഓതൂല എന്ന് പറയണ്ട. കഷ്ടപ്പെട്ട് ഓരോ ലെറ്റർ ഓതിയാലും അള്ളാഹു നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ എഫേർട്ടിന് സ്പെഷ്യൽ റിവാർഡ് തന്നെ അള്ളാഹു തരും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ റെസിറ്റേഷൻ ആയിട്ട് പറഞ്ഞത്. ഇനി റെസിറ്റേഷൻ കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ മെമ്മറൈസേഷൻ ആണ് അല്ലെ. ഞങ്ങളൊക്കെ ഖുർആൻ കാണാണ്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ക്ലാസ്സിലുള്ളത്. അറിയാം എന്താണ്, ചിലപ്പോൾ കുറെ ആളുകൾക്ക് കുറെ ജ്യൂസ് കാണാണ്ട് അറിയാം, ചില ആളുകൾ ഫുൾ ഖുർആൻ പഠിച്ചവരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് നെക്സ്റ്റ് ലെവൽ. റിസൈറ്റ് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി മെമ്മറൈസ് ആക്കും അല്ലേ. അപ്പോൾ മെമ്മറൈസേഷനും ഭയങ്കര റിവാർഡിങ് ആണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്, നമ്മൾ കാണാണ്ട് എത്രയാണോ ഖുർആൻ പഠിച്ചിട്ടുള്ളത് അത്രയും ആയത്തുകൾ നമുക്ക് ഓതി ഓതി സ്വർഗത്തിന്റെ ഹയസ്റ്റ് ലെവലിലേക്ക് എത്താം. ഓരോ ആയത്ത് ഓതുമ്പോഴും ഓരോ ലെവൽ അള്ളാഹു നമ്മളെ റേസ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയത്ത് ഓതിയതാണ് ഏതാണ്, അത്രയ്ക്കും സ്റ്റെപ്സ് അള്ളാഹു നമ്മളെ സ്വർഗത്തിലെ ഏറ്റവും ടോപ്പിലെത്തിക്കും. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നാട്ടിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് ഒന്നല്ല കേട്ടോ, നമ്മളുടെ എന്താണ് വീട്ടിലത്തെ കോണി ഒന്നല്ല കേട്ടോ ആലോചിക്കണ്ടേ, വലിയ 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 ലെവൽസ് ആണ് നിങ്ങൾ റേസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ഓർക്കുക, ഇതാണ് അള്ളാഹുവിന്റെ റിവാർഡ്. നമ്മൾ ഖുർആൻ കാണാണ്ട് പഠിക്കുമ്പോൾ നാളെ നമുക്ക് എന്താക്കാം, അള്ളാഹ്ക്ക് റിസൾട്ട് ആക്കി കൊടുത്തിട്ട് എവറി സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് പോകാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി ഇനിന്നില്ലേ വേറൊരു കാര്യം എന്താ അറിയോ, നിങ്ങള് ഖുർആന് കാണാണ്ട് ഫുള്ള് പഠിച്ചാൽ എന്താ അറിയോ, നിങ്ങളുടെ പാരന്റ്സിന് ഭയങ്കര റിവാർഡാണ്. അള്ളാഹു എന്താക്കും അറിയോ, നിങ്ങളുടെ പാരന്റ്സിന്റെ തലയില് അള്ളാഹു ക്രൗൺ കിരീടം വെക്കും. നിങ്ങൾക്കറിയില്ലേ, രാജാവും രാജ്ഞിയൊക്കെ തലയിൽ ക്രൗൺ വെക്കൂലേ, അതേപോലെ നിങ്ങളുടെ ഉപ്പാക്കും എന്താക്കാം, ഈ ക്രൗൺ വെക്കാം. എന്ത് വലിയ ഇതായിരിക്കും അല്ലേ. എല്ലാവരും മുമ്പിൽ നിങ്ങളെ ഉമ്മാക്കും ഉപ്പാക്കും മാത്രം അള്ളാഹു സ്പെഷ്യൽ ഒരു കിരീടം വെക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാം. കാരണം അത് റിവാർഡിങ് ആണ്. ഉമ്മാന്റെ ഉപ്പാന്റെ സന്തോഷമല്ലേ അത് അല്ലേ. ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടമാണ് നിങ്ങൾ ഖുർആൻ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. അത് അള്ളാഹ്ക്കും ഇഷ്ടമുള്ള കാര്യമാണ്, പ്ലസ് നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഹാപ്പിയാവും. അൽഹംദുലില്ലാഹ്. അപ്പൊ അതാണ് നമ്മളുടെ എന്താണ് പറയാ മെമ്മറൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി മൂന്നാമതായിട്ട് ഇതാണ് മാം പറഞ്ഞത്, അതിനേക്കാളും ഹയർ ലെവൽ ഉണ്ട്. എന്ത്, ഖുർആൻ റിസൈറ്റ് ആക്കുന്നതിന് മെമ്മറൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിയ റിവാർഡ് കിട്ടപ്പോഴറിയോ, ഖുർആന് മീനിങ് മനസ്സിലാക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പം എന്താണ് ക്ലാസ്സിലെ 10+ ഏജുള്ള കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ മാം പറയാണ് അറ്റ്ലീസ്റ്റ് ഒരായത്തെടുക്കുക. ഇപ്പൊ നിങ്ങൾ ചെറിയ സൂറത്ത്, നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ നാസ് മുതൽ തുടങ്ങാം, ഖുൽ അഊസു ബിറബ്ബിൻ നാസ് എന്നുള്ള ആയത്തെടുക്കുക. അപ്പൊ നിങ്ങൾ അതിന്റെ എന്താണ് കുല്ലിന്റെ മീനിങ് നോക്കുക, എന്താണ് ഔദുവിന്റെ മീനിങ് നോക്കുക. ഓക്കെ, അങ്ങനെ ഒരു ഡേയില് ഒരായത്ത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എത്ര ഒരു മന്താകുമ്പോൾ നിങ്ങൾ 30 ആയസ് പഠിക്കും. അതാകെ എത്ര ടൈം പഠിക്കുള്ളൂ, ആകെ 5-10 മിനിറ്റ്സ് ഒക്കെ പിടിക്കുള്ളൂ. റബ്ബിന്നാസിന്റെ മീനിങ് നോക്കുക. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉമ്മാന്റെ അടുത്തൊക്കെ ചോദിക്കാം അല്ലെ, ഉപ്പാന്റെ അടുത്തൊക്കെ ചോദിക്കാം എന്താണ് എന്നുള്ളത്. അപ്പൊ എല്ലാവരും മാക്സിമം ഒരു ദിവസം ഒരായത്ത്, അതിനേക്കാളും നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എനിക്ക് മാക്സിമം മിനിമം ഒരായത്തെങ്കിലും എല്ലാവരും ഇൻഷാ അല്ലാഹ് ഖുർആന്റെ ആയത്ത് അർത്ഥം നോക്കണം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ മൊബൈൽ കിട്ടും. ഇനി മൊബൈൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നെറ്റിൽ പോയാൽ കിട്ടും. എവിടെയും നമുക്കിപ്പോൾ ഖുർആന്റെ മീനിങ്ങും എക്സ്പ്ലനേഷനും ഒക്കെ ഫുൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ നോക്കിയിട്ടില്ല എന്നുള്ളൂ അല്ലേ. നോക്കുന്നവരൊക്കെ ഉണ്ടാവട്ടെ, നമ്മൾ എല്ലാവരും അല്ല പറഞ്ഞത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വ ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. അതായത് അള്ളാഹു പറയാണ്, നിങ്ങൾ ഖുർആൻ റെസിറ്റേഷൻ ഇങ്ങനെ കേൾക്കുമ്പം എന്ത് ചെയ്യണം, മിണ്ടാണ്ടിരിക്കണം. ഫോൾ സൈലന്റ്, മിണ്ടാണ്ട് നിൽക്കുക. എന്നിട്ടോ അങ്ങനെ നിന്നാൽ അള്ളാഹു എന്ത് തരും, അള്ളാഹുവിന്റെ റഹ്മ, അള്ളാഹുവിന്റെ ബ്ലെസ്സിങ്, അള്ളാഹുവിന്റെ മേഴ്സി അള്ളാഹു നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിത്തരും, അല്ലെങ്കിൽ അള്ളാഹു നമ്മളുടെ മേല് ഒഴുക്കിത്തരും. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഖുർആൻ റെസിറ്റേഷൻ കേൾക്കുമ്പം അല്ലെങ്കിൽ ഖുർആനായിട്ട് എന്തെങ്കിലും കേൾക്കുമ്പം ബി സൈലന്റ്. അപ്പൊ അള്ളാഹു എന്താക്കും, അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് അള്ളാഹു തരും. സുബ്ഹാനല്ലാഹ്. ഭയങ്കര റിവാർഡാണ് അല്ലേ അള്ളാഹു ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് തരണേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ മനസ്സിലായ എല്ലാവർക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് നിസ്കാരം പറഞ്ഞു, സെക്കൻഡ് നമ്മൾ ഖുർആനായിട്ട് നമ്മൾ എങ്ങനെ ആകണം എന്ന് പറഞ്ഞു.
ഇനി എന്താ മൂന്നാമത്തത്? തേർഡ് വൺ എന്താണ്? എന്തായിരുന്നു? Morning and evening adhkar. ആൻഡ് ഈവനിങ് അദ്കാർ അല്ലെ? ആ മോർണിംഗ് ആൻഡ് ഈവനിങ് അദ്കാർ മാം ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അത് കുറച്ച് വലുതാണ്. അപ്പം മക്കള് എന്താണ് ചെറുത് ചെയ്യാം. അതായത് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖ് സൂറത്തുൽ നാസ് റിസൈറ്റ് ആക്കുക. പിന്നെ അതുപോലെ കുഞ്ഞു കുഞ്ഞു ദുആകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ മാം ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ആക്കി തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ റിസൈറ്റ് ആക്കാം. പക്ഷെ ഈ സ്പെഷ്യൽ 10 ഡേയ്സിൽ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അല്ലാഹ് നമ്മളോട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, റിമെമ്പർ മീ ഐ വിൽ റിമെമ്പർ യു. അതായത് നിങ്ങൾ എന്നെ ഓർക്കുക, ഫദ്കുറൂനി അദ്കുർക്കും. എന്നെ ഓർത്താൽ ഞാനും നിങ്ങളെ ഓർക്കും. ആലോചിച്ചോക്കാം, അള്ളാഹു നമ്മളെ ഓർക്കുക എന്ന് പറഞ്ഞാല് അല്ലേ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാള്, നിങ്ങൾക്ക് അയാളെ അത്ര എന്താണ് അയാൾക്ക് നിങ്ങളെ വല്ലാണ്ട് അറിയൊന്നുമില്ല, പക്ഷെ എന്നോ ഒരു പ്രാവശ്യം നിങ്ങളെ കണ്ടു. എന്നിട്ട് നിങ്ങൾ കുറേ കാലം കഴിഞ്ഞിട്ട് അയാളെ കാണുമ്പം നമ്മൾ അന്ന് കണ്ടതല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാവും. നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ല നമ്മള് അല്ലേ? അപ്പൊ അതേപോലെ അള്ളാഹു അലൈച്ചൊക്കെ വലില്ലാഹിൽ മസ്അൽ അള്ളാഹുമായിട്ട് കമ്പയർ ചെയ്യല്ല, എന്നാലും അള്ളാഹു നമ്മൾ ഓർക്കാന്ന് പറഞ്ഞാല് നമുക്കൊക്കെ അതിനുള്ള ഇതുണ്ടോ അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അതാണ് അള്ളാഹുനെ ഓർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുഞ്ഞു കുഞ്ഞു ദിക്റുകളൊക്കെ ഇങ്ങനെ ചൊല്ലണം. ഇനി അള്ളാഹുനെ ഓർക്കാത്ത ആളുകളെ കുറിച്ചിട്ട് അള്ളാഹു എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞറിയോ? അങ്ങനത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ മരിച്ച ആളുകളെ പോലെയാണ്. അതായത് അള്ളാഹുനെ ഓർക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ലിവിങ് ആണ്, അവർക്ക് ബോഡിയിൽ എന്തുണ്ട്? ലൈഫ് ഉണ്ട്. അല്ലാത്ത ആളുകളോ, അള്ളാഹുനെ ഓർക്കാത്ത ആളുകൾ പറഞ്ഞാൽ ഡെഡ് പേഴ്സൺ ആണ്. അപ്പൊ നമുക്ക് ഡെഡ് ആണോ ലിവിങ് ആണോ ആവണ്ടേ? ഏതാവണ്ടേ? നമുക്ക് ലിവിങ് അല്ലേ? നമുക്ക് എന്തായാലും. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ദിക്ർ ചെല്ലണം കേട്ടോ. നമ്മൾ ദിക്ർ ചെല്ലിയ എന്താ അറിയോ? നമ്മളുടെ ഏറ്റവും വേസ്റ്റ് എനിമി ആരാണ്? നമ്മളുടെ എനിമി ആരാണ്? ഷെയ്ത്താൻ ഓടി. ഷെയ്ത്താന് അള്ളാഹ് നമ്മൾ സുബ്ഹാൻ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ അവിടെ ഉണ്ടാവില്ല. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ അവിടെ നിൽക്കാനേ പറ്റൂല. അഊദു ബില്ലാഹ് പറഞ്ഞാൽ ഷെയ്ത്താൻ അവിടെ ഉണ്ടാവില്ല, ഓടിപ്പോവും അല്ലേ? അപ്പൊ നമ്മളുടെ എനിമീനെ ദൂരത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഏറ്റവും സിമ്പിൾ കാര്യമാണ്. നമുക്ക് ഒരു പണിയില്ല, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ അഊദു ബില്ലാഹ് പറഞ്ഞാൽ ഓടിപ്പോവും അല്ലേ? അതേപോലെ അള്ളാഹിനെ ഹാപ്പി ആക്കാനുള്ള ഏറ്റവും എന്താണ് സിംപ്ലസ്റ്റ് വേ ആണ് എന്ത്? നമ്മൾ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ദിക്റുകൾ ചെല്ലുന്നത്. അതേപോലെ നമ്മളെ മനസ്സിന് ഹാർട്ടിന് ഭയങ്കര കാമിങ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഓർമ്മ ഉണ്ടാർക്കെങ്കിലും ഇന്നെല്ലാവരും ചൊല്ലിക്ക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു لا شريك له له الملك وله الحمد وهو على كل شيء قدير. അപ്പൊ ഈ ഒരു ദിക്റ് ഈ 10 ഡേയ്സിൽ നമ്മൾ കൂടുതലായിട്ട് ചെല്ലണം. അതായത് സ്പെഷ്യലി ഡേ ഓഫ് അറഫ ഡേയിലാട്ടോ കൂടുതലായിട്ട് ചെല്ലണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഡേയിൽ, അറഫ ഡേയിൽ. എന്നാണ് അറഫ ഡേ? ദുൽഹിജ്ജ എന്നാണ്? 9th ദുൽഹിജ്ജ 9 നമ്മൾ കൂടുതലായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഓക്കെ, അത് മാത്രമല്ല, അതല്ലാണ്ട് നമുക്ക് കുറേ ദിക്റുകൾ ചൊല്ലാം കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തക്ബീർ ചൊല്ലാണ്. തക്ബീർ അറിയില്ല എല്ലാവർക്കും അല്ലേ? എല്ലാവരും പെരുന്നാൾ പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കുമ്പോൾ ഒക്കെ എല്ലാവരും ചൊല്ലുന്നല്ലേ? സ്പെഷ്യലി നമ്മൾ ഈ 10 ഡേയ്സിൽ നമുക്ക് എത്ര വേണമെങ്കിലും തക്ബീർ ചൊല്ലാം. അതിലും സ്പെഷ്യലായിട്ട് എപ്പോഴാണ് വരുന്നത് പറഞ്ഞാൽ ദുൽഹിജ്ജ 8 മുതൽ ദുൽഹിജ്ജ 13 വരെ നമ്മൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ സ്പെഷ്യലി നിസ്കാരത്തിന് ശേഷം നമ്മൾ എന്താ പറയുക, അറഫ ഡേൻ്റെ അന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാണ്ട് നിങ്ങൾക്ക് എന്താണ് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും ഈ തക്ബീറുകൾ ഈ 10 ഡേയ്സിൽ ചൊല്ലാം. മനസ്സിലായോ? എത്ര വേണമെങ്കിലും ചൊല്ലാം. നമുക്ക് ഇപ്പോഴും നമ്മൾ ഈ തക്ബീറായിട്ട് ഇങ്ങനെ ചൊല്ലേണ്ട കാര്യമില്ല. നമുക്ക് അല്ലാഹു അക്ബർ ഒക്കെ പറയാം, പക്ഷെ തക്ബീറായിട്ട് ഇതുപോലെ നമ്മൾ ഇപ്പോഴൊന്നും ചൊല്ലാൻ പാടില്ല. ഈ 10 ഡേയ്സിൽ നമുക്ക്
എത്ര വേണമെങ്കിലും തക്ബീർ ചൊല്ലാം. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് വരുന്നത്. മറ്റേതൊക്കെ നമ്മൾക്ക് എന്നും ചൊല്ലുന്നതാണ്, പക്ഷെ ഈ തക്ബീർ നമ്മൾ സ്പെഷ്യലി ഈ 10 days ചൊല്ലാം കേട്ടോ. പിന്നെ ദിക്റുള്ള ഇതെല്ലാവർക്കും അറിയാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ഇങ്ങനെ പറഞ്ഞാലേ എന്ത് കിട്ടും അറിയാം നമുക്ക് സ്വർഗത്തില്? തക്ബീർ ചൊല്ലി. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ എന്ത് കിട്ടും അറിയോ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അറിയോ? സ്വർഗത്തിന്റെ ഫ്രണ്ടിൽ ഒരു ട്രീ വളരും. ആ മാഷാ അല്ലാഹ്, സ്വർഗത്തിൽ ഒരു ട്രീ ഉണ്ടാകും. നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ പറഞ്ഞു നോക്കിയേ, നിങ്ങളുടെ സ്വർഗത്തില് ഒരു ട്രീ ഉണ്ടായി. ഇത്ര പണിയല്ലേ ശരിക്കും ഒരു ട്രീ ഉണ്ടാവാന്. നമ്മൾ എന്താകും, ഒരു ട്രീക്ക് ഒരു കുഞ്ഞ് ഒരു എന്താണ് ചെടി എന്താണ് തൈ വെക്കും, എന്നിട്ട് അത് പിന്നെ ഒരു ചെടിയാകും, പിന്നെയും വെള്ളം ഒഴിച്ച് പിന്നെ ഒഴിച്ച് കുറച്ചും കൂടെ വലുതാകും, പിന്നെയും കുറെ കഴിഞ്ഞ് പിന്നെ ഒരു എന്താണ് കുറച്ചും കൂടെ വലിയ ട്രീ ആവും, പിന്നെ അങ്ങനെ വലിയ ട്രീ ആവും. പക്ഷെ ബൈ ജസ്റ്റ് സേയിങ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, എത്ര ട്രീ ആയി? ഇപ്പൊ തന്നെ നമുക്ക് 3 or 4 trees കിട്ടിയിട്ടുണ്ടാവും നമ്മൾ സ്വർഗത്തില്. സുബ്ഹാനല്ലാഹ്, അതാണ് അള്ളാഹുവിന്റെ ദീന് അല്ലെ. അള്ളാഹു എത്ര സിമ്പിളാക്കി തന്നിട്ടുണ്ട് നമുക്ക് കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. എല്ലാതും ട്രൈ ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ട്രൈ ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ നമുക്കൊക്കെ ഇഷ്ടമാണല്ലേ ട്രഷർ? ഞങ്ങൾക്കൊക്കെ ട്രഷർ ഇഷ്ടമല്ലേ? കുറേ എന്താണ് നമുക്ക് കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ ഒരു ബോക്സിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചാൽ അത് കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ അതേപോലത്തെ ഒരു എന്താണ് നമുക്ക് സ്വർഗത്തിലുള്ള ട്രഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് പറയണം? എന്താ പറയാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനസ്സിലായോ? വെറുതെ നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞാല് ആ സ്വർഗത്തിലുള്ള വലിയ ട്രഷർ ബോക്സിന്ന് ഒരു ട്രഷർ നമുക്ക് കിട്ടും. സുബ്ഹാനല്ലാഹ്, ഫുൾ റിവാർഡാണ്. എന്ത് പറഞ്ഞാലും റിവാർഡ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് പറയട്ടെ. അത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇതൊക്കെ ഈ ഡേയ്സിന്റെ ഇമ്പോർട്ടൻസിൽ പെടുന്നതാട്ടോ. നമുക്ക് കൂടുതൽ റിവാർഡ് കിട്ടുക. ഇനി കുഞ്ഞു കാര്യങ്ങളുള്ളൂ. ജസ്റ്റ് ഇനി 4-ാമതായിട്ട് നമ്മൾ ദുആ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അല്ലാണ്ട് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഖുർആനിൽ കുറേ ദുആകളുണ്ട്. ആ ഖുർആനിലെ ദുആകള് എല്ലാവരും അറിയുന്ന ദുആകളൊക്കെ ഈ ഡേയ്സിൽ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ കുറേ എന്താണ് PDF ഫയൽസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് മാം അത് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഖുർആനിലെ ദുആകൾ ചൊല്ലുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കുറച്ച് ദുആകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് മാം അതായത് ദുൽഹിജ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഷെയർ ചെയ്യും കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ അതായത് നമ്മളിപ്പോൾ റബ്ബി സിദ്നി ഇൽമ എന്നൊക്കെ പറഞ്ഞില്ല സ്റ്റാർട്ടിങ്ങിൽ, അത് ഖുർആനിലെ ദുആണ്. പിന്നെ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ, ഇതൊക്കെ എന്താണ് ഖുർആനിലെ ദുആണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കുറേ ദുആകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയുന്നതൊക്കെ നമ്മൾ റിസൈറ്റ് ആക്കണം. അറിയാത്തതൊന്നും റിസൈറ്റ് ആക്കി നിങ്ങൾ കഷ്ടപ്പെടുന്നു വേണ്ട. എന്നാലും ഒരു ദുആ ഒക്കെ നിങ്ങൾ പഠിക്കാൻ ട്രൈ ചെയ്യാം. ഈ 10 days ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നൊരു ദുആ പഠിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് വെക്കുക, ഒരു ദുആ ചെയ്യാം. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ കുഞ്ഞു ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? പേഴ്സണലായിട്ട് ഉമ്മാണ്ട് പണം പറഞ്ഞാൽ കിട്ടാത്ത കുറേ ദുആകളില്ലേ, കാര്യങ്ങളില്ലേ? അപ്പൊ അതൊക്കെ എന്താക്കുക? അല്ലാണ്ട് ദുആ ചെയ്യുക. അള്ളാഹു എനിക്ക് അത് തരണേ, അള്ളാഹ് എനിക്ക് സൈക്കിൾ തരണേ, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് ആ ഒരു എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള ബുക്ക് കിട്ടണേ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അതൊക്കെ നിങ്ങൾ അല്ലാണ്ട് ദുആ ചെയ്യുക. അതൊക്കെ 10 days പറ്റും അല്ലെ? എന്തും ചോദിക്കാൻ പറ്റും. അള്ളാഹുവിനും മാത്രമായിട്ട് ആർക്കും അറിയാണ്ട് നിങ്ങൾ മാത്രമായിട്ട് സീക്രട്ട്ലി അല്ലാണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് തരും ഇൻഷാ അല്ലാഹ്, ഹൈറാണെങ്കിൽ. പിന്നെ ലാസ്റ്റ്ലി ദുആ ഫോർ അതേഴ്സ്. അതായത് നമ്മളുടെ പാരൻസിനെ, നമ്മളെ ബ്രദേഴ്സ്, നമ്മളെ സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് എല്ലാവർക്കും. ആൻഡ് സ്പെഷ്യലി മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലി ദുആ ചെയ്യണം? ആർക്കായിരുന്നു? പാരന്റ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്ലേസ് ഇല്ലേ, ആ പ്ലേസ് ഫലസ്തീനിലെ മക്കൾ മാം പറഞ്ഞില്ലേ, ഓർമ്മയില്ലേ? ഫലസ്തീനിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ ഉമ്മാർക്കും എല്ലാവർക്കും, ഗസയിലുള്ള എല്ലാ മക്കൾക്കും എല്ലാവർക്കും നമ്മൾ ദുആ ചെയ്യണം. കാരണം അവർക്ക് നമുക്ക് ആകെ ചെയ്യാൻ പറ്റിയ ദുആ ചെയ്യൽ മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, മറക്കരുത് കേട്ടോ.
അതേപോലെ തന്നെ മാം പറഞ്ഞില്ല സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ദുആകൾ നിങ്ങൾ കാണാണ്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ റിസൾട്ട് ആക്കുമ്പോൾ സിൻസിയറായിട്ട് അള്ളാഹു ഇത് ഉറപ്പായിട്ട് എൻ്റെ അള്ളാഹു സ്വീകരിക്കും, ഞാൻ പ്രാർത്ഥിച്ച അള്ളാഹു എന്തായാലും കേൾക്കും എന്ന് സിൻസിയറായിട്ട് വിചാരിച്ചിട്ട് തന്നെ പ്രാർത്ഥിക്കണം കേട്ടോ. ഏത് ചിലപ്പോൾ കേൾക്കില്ല, എന്നാലും അത് പ്രാർത്ഥിക്കാം, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നമ്മൾ പ്രാർത്ഥന കേൾക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും മാമിനും പ്രാർത്ഥിക്കാൻ മറക്കരുത് ഇൻഷാ അല്ലാഹ്. പിന്നെ ലാസ്റ്റ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യണം, ബെനിഫിഷ്യൽ നോളജ് സീക്ക് ചെയ്യണ്ടേ, നല്ല നല്ല കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും ഈസി വേ എന്താണ്, നമ്മളുടെ കയ്യിൽ ടാബ് ഉണ്ടാകും, ഫോൺ ഉണ്ടാകും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടാകും അല്ലേ, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിലെന്ത് ചെയ്യാം, ഇതിൽ പോയിട്ട് നിങ്ങൾ ബെനിഫിഷ്യൽ ആയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക. വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് ആരും യൂസ് ചെയ്തിട്ട് അല്ലാതെ സമയം കളയുന്നത് തീരെ ഇഷ്ടമല്ല. നമുക്ക് സമയമില്ല അല്ലേ, നമ്മൾ എപ്പോഴാണ് മരിക്കാൻ നമുക്ക് ആർക്കും അറിയില്ല. അപ്പം നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മാം നേരത്തെ പറഞ്ഞ പോലെ ഒരായത്ത് അതിൻ്റെ മീനിങ് നോക്കുക, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അത് നോക്കുക, അല്ലെങ്കിൽ ഒരു ദുആ കാണാണ്ട് പഠിക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് സ്റ്റോറീസ് ആകാം, അല്ലെങ്കിൽ വേറെ കമ്പാനിയൻസിൻ്റെ സ്റ്റോറീസ് ആകാം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫ് സ്റ്റോറി ആകാം. എന്തെങ്കിലും ഇതിലേതെങ്കിലുമൊക്കെ മക്കൾ പഠിക്കണം. മാമിൻ്റെ അടുത്ത് പറയണം കേട്ടോ, ഇതൊക്കെ ഞാൻ പഠിച്ചു ടീച്ചറെ പറയണേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് ബെനിഫിഷ്യൽ നോളജ്. എല്ലാവരും ബെനിഫിഷ്യൽ നോളജ്, നല്ല നോളജ് എല്ലാവരും സീക്ക് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഓക്കെ, അതും ഈ ബെസ്റ്റ് 10 days ചെയ്യാൻ ട്രൈ ചെയ്യാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് കുറച്ച് ദിവസമൊക്കെ എന്തായാലും പെരുന്നാളിനുള്ള ലീവൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്, എന്നാലും കുറച്ചൊക്കെ ഡേയ്സ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്നാലും അധികം ഒന്നും പഠിക്കാണ്ടാവില്ല സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഡേയ്സിൽ അതൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു ലാസ്റ്റ്ലി എന്താണ്, കുഞ്ഞു കുഞ്ഞു എന്താ പറയുക, കൈൻഡ്നെസ്, നല്ല നല്ല കാര്യങ്ങൾ അല്ലേ. ഉമ്മാനെ സഹായിക്കുക, ഉപ്പാക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ സാധനം വാങ്ങിക്കാൻ സഹായിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞ് കൈൻഡ്നെസ് അറ്റ് ഹോം. അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ചാരിറ്റി, നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ നിങ്ങളത് ഓണായിട്ട് കുഞ്ഞു കുറ്റിയിൽ പൈസ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ടാകും അല്ലേ, നിങ്ങൾക്ക് മണി ബോക്സ് ഉണ്ടാകും, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ആർക്കെങ്കിലും കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ട് എന്താണ് ഫോൺ ചെയ്യുക, അവരെ പോയി കാണുക, ഇതൊക്കെ എന്താണ് ഇഷ്ടംപോലെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ മന്തിൽ ഈ ബെസ്റ്റ് 10 days ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ ആകാൻ വേണ്ടിയിട്ട് ചെയ്യാം. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആയില്ലേ? ലാസ്റ്റ് പോയിന്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ എന്താണ് ഗോൾ സെറ്റ് ചെയ്തു, അല്ലാണ്ട് ദ്വാ ചെയ്തു അല്ലേ, അതുപോലെ തന്നെ പ്ലാനൊക്കെ റെഡിയാക്കി. പക്ഷെ എന്താണ്, നമ്മളെങ്ങനെ ഇടങ്ങറാക്കാൻ ആര് വരും, നമ്മൾ ഇടങ്ങറാക്കാൻ ആരാ വരിക, നമ്മളുടെ എനിമി ആരാണ്? ഷെയ്ത്താൻ വരും. ഷെയ്ത്താൻ നമ്മളെ ഇടങ്ങറാക്കാൻ, ഷെയ്ത്താൻ നമ്മളെ നമ്മൾ ബെസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താക്കറിയോ, ഷെയ്ത്താൻ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ അതൊന്നും പ്രശ്നമില്ല അങ്ങനെ വന്നിട്ട് നമ്മൾ ഇടങ്ങറാക്കും. അപ്പം നമ്മൾ എന്താക്കരുത്, ഷെയ്ത്താൻ അങ്ങനെ പറഞ്ഞത്, ഞാൻ എന്തായാലും ഇന്നൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ ഫുൾ സ്റ്റോപ്പാക്കി, അങ്ങനെയൊക്കെ ഷെയ്ത്താൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒക്കെ എന്താണ്, നമ്മൾ മൈ ബെസ്റ്റ് ആവാതെ പോകും. അപ്പോൾ ദേഷ്യം വരുമ്പോൾ എന്താക്കുക, ദേഷ്യം പിടിച്ചു വെക്കുക. ലൂസിൻ ടെമ്പർ എന്താകും, നമ്മളെ ബെസ്റ്റ് ആക്കാൻ സമ്മതിക്കൂല അല്ലേ. അതേപോലെ തന്നെ ഷെയ്ത്താൻ നമ്മൾ ടങ് കൊണ്ട് ബാഡ് വേർഡ്സ് ഒക്കെ പറയാൻ ഞാൻ ചിലപ്പം ഇതാക്കും. അപ്പം നമ്മൾ എന്ത് ബാഡ് വേർഡ്സ് പറയാണ്ട് പിടിച്ചിക്കണം. റോങ് യൂസ് ഓഫ് ടങ് ഉണ്ടാകരുത്. അതുപോലെ തന്നെ നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക, സമയം വെറുതെ വേസ്റ്റ് ആക്കരുത്. ഇതൊക്കെ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താകും നമ്മൾ ബെസ്റ്റ് അല്ലാണ്ടായി പോകും അല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പം മാമിൻ്റെ കുട്ടികളൊന്നും അങ്ങനെ ആവൂല എന്ന് മാം വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മാം നിങ്ങളടുത്ത് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെ ആകേണ്ടതെന്ന് എല്ലാവർക്കും അറിയില്ലേ? ഓക്കെ, അപ്പം ലാസ്റ്റ് ക്വിസിലേക്ക് പോവാണ്. ക്വിസോട് കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യേ ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ വാട്ട് ഷുഡ് ബി റിസൈറ്റ് ഓഫൺ ഇൻ ദീസ് ബെസ്റ്റ് ഡേയ്സ്, ഈ ബെസ്റ്റ് ഡേയ്സിൽ നമ്മൾ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് റിസൈറ്റ് ആക്കണ്ടേ? എന്ത് ദിക്റാണ്? നിസ്കാരം എന്തായാലും വേണം, നിസ്കാരം എപ്പോഴും വേണം. ഒരു സ്പെഷ്യൽ ദിക്ർ മാം പറഞ്ഞല്ലോ, ഓക്കെ മാഷാ അല്ലാഹ്. അതല്ലാണ്ട് വേറൊരു കാര്യം കൂടെ സ്പെഷ്യലി പറഞ്ഞില്ല, എന്തായിരുന്നു? അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തക്ബീർ എല്ലാവരും ഈ ബെസ്റ്റ് സ്പെഷ്യലി റിസൈറ്റ് ആക്കണം അല്ലേ. ഇനി അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യന്, അതായത് നമ്മൾ ബെസ്റ്റ് ആകണം. നമ്മൾ പറഞ്ഞു നമ്മൾ ബെസ്റ്റ് ആകാതെ, അതായത് ബെസ്റ്റ്
ആവുന്നത് ലൂസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാ ട്രൈ ചെയ്യണം? നമ്മൾ എന്തൊക്കെയാ ചെയ്യാണ്ടിരിക്കണം? ഡോണ്ട് ലൂസ് മൈ ടെമ്പർ, ദേഷ്യം പിടിക്കാണ്ടിരിക്കണം. ആ പിന്നെ സെക്കൻഡ് വൺ, Misuse tongue. ഡോണ്ട് മിസ്യൂസ് യുവർ ടങ് അല്ലേ? ടങ് നല്ല പോലെ യൂസ് ചെയ്യാം. ദെൻ Don't misuse eyes. don't misuse our eyes. നമ്മൾ eyes we have to use only for watching good things. Then don't misuse our ears അല്ലേ? don't waste our time. ഇതൊക്കെ ചെയ്യാണ്ടിരുന്നാൽ നമ്മൾ എന്താകും? സോറി, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എന്താകും? ഇൻഷാല്ലാ ഈ ഡേയ്സിൽ ബെസ്റ്റ് ആകും. ഇൻഷാല്ലാ കണ്ടിന്യൂ ആക്കണം, അവിടെ സ്റ്റോപ്പ് ആക്കരുത് കേട്ടോ. ആൻഡ് ലാസ്റ്റ്ലി, വാട്ട് ഈസ് ദ ട്രഷർ ഓഫ് പാരഡൈസ് സേയിങ്? എന്താ പറഞ്ഞാലും ട്രഷർ ഓഫ് പാരഡൈസ് لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. അൽഹംദുലില്ലാ. പിന്നെ ഹൗ ഷുഡ് വി സ്പെൻഡ് ടൈം വിത്ത് ഖുർആൻ? എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്? ഖുർആനായിട്ട് നമ്മൾ എന്താക്കണം? Try to by heart Quran. ബൈ ഹാർട്ട് റിസൈഡ് ചെയ്യണം. പിന്നെ അണ്ടർസ്റ്റാൻഡ് നമ്മൾ മീനിങ് നോക്കണം. വെരി ഗുഡ്. ഓക്കെ, അൽഹംദുലില്ലാ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, സ്പീക്കർ വേ ഷുഡ് സേ കോൺസ്റ്റന്റ്ലി. ഇതാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു. പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു لا إله إلا الله وحده لا شريك له له الملك وله الحمد ലഹുൽ മുൽക്കു كل شيء قدير. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൽഹംദുലില്ലാ. അപ്പൊ അതാണ് നമ്മളുടെ ഈ ദുൽഹിജ്ജ അഫ്ദലുൽ അയ്യാം, ഏറ്റവും ബെസ്റ്റ് ഡേയ്സ് എങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി മക്കളുടേതായിട്ടുള്ള ഒരു ഇത് കീപ്പ് ചെയ്യാട്ടോ. അതിൽ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഐ വിൽ ഡു ദിസ് ആൻഡ് ദിസ്, എങ്ങനെയൊക്കെ നിങ്ങൾ എല്ലാവരും എഴുതി വെക്കുക. ഇത് മാം ജസ്റ്റ് എല്ലാവർക്കും കോമൺ ആയിട്ട് പറഞ്ഞവരാണ്. എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് വിചാരിക്കണ്ട. ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. അല്ലാണ്ട് ദ്വാ ചെയ്യുക. ഇൻഷാല്ലാ അള്ളാഹു എന്തായാലും ഈസി ആക്കി തരും. ഓക്കെ, അൽഹംദുലില്ലാ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അള്ളാഹുടെ ദുആ ചെയ്യാം. അള്ളാഹുനെ ആക്സെപ്റ്റ് ചെയ്യാൻ ദുആ ചെയ്യാം. എങ്ങനെ ദുആ ചെയ്യാം? റബ്ബന, പ്രാർത്ഥിച്ചേ, റബ്ബന ربنا تقبل മിന്നാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.